ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ട്രാവലറാണ്, 26 സീറ്റ് ട്രാവലർ. ഇന്ന് നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ B2B ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ചെറിയൊരു വണ്ടിയുടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 26 സീറ്റുള്ള ഒരു ട്രാവലർ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഒരുപാട് പേര് 4 വീൽ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ വണ്ടികളിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടിയെക്കുറിച്ച് ബേസിക് ആയിട്ട് ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ പ്രധാനമായിട്ടും ട്രാവലർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വണ്ടിയുടെ നീളം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് ബാക്ക് സൈഡിലേക്കുള്ള സാധാരണ വാഹനത്തെ അപേക്ഷിച്ച് ബാക്ക് സൈഡിലേക്കുള്ള നീളം നല്ല രീതിയിലുണ്ട്. കാരണം 26 സീറ്റുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു നീളം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ പരമാവധി വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് മാക്സിമം റോഡിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചേർന്നിട്ട് വേണം നമ്മൾ ടേൺ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്ക് വെളിയിലേക്ക് പോകും. കാരണം ഈ വണ്ടിയുടെ നീളം അത്തരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നോർമലായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് ചെറിയൊരു ലിവറാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രൈവ് ചെയ്ത ട്രാവലറിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ആ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യം ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. പക്ഷേങ്കിൽ ഇത് എളുപ്പത്തിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് വാഹനത്തിനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ ഇൻഡിക്കേഷനും മറ്റു കാര്യങ്ങൾ ജസ്റ്റ് പറയാം. ഇവിടെയാണ് നമ്മൾ വണ്ടിയുടെ ഇഗ്നീഷൻ ഇടുന്നത്. ജസ്റ്റ് ഇഗ്നീഷൻ ഇടുക. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലിവർ പോലെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് കട്ട് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആകും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുക. വണ്ടി പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ സ്പീഡ് കാണാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ RPM കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ ഫ്യൂവലിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നു. അപ്പം പ്രധാനമായിട്ട് സാധാരണ വാഹനത്തിൽ വരുന്ന രീതിയിലുള്ള ഫ്യൂവലിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് പവർ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചും ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ വൈപ്പർ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് നല്ല വലിപ്പമുള്ള ഒരു ഗ്ലാസ് കാണാം. അതായത് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ക്ലിയർ വ്യൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നു. ഇവിടെ ചെറിയൊരു റിയർ വ്യൂ മിററും കൊടുത്തിരിക്കുന്നു. ഒപ്പം ഇവിടെ ഒരു LCD TVയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിനിമയൊക്കെ കണ്ടുപോകാനായിട്ടുള്ള അത്തരത്തിലുള്ള സംവിധാനവും ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വാഹനത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉൾവശം. ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ബിഗിനർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പതിവ് പോലെ തന്നെ ഈ വണ്ടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് BS4 4 സിലിണ്ടർ വണ്ടിയാണ്, CRD എഞ്ചിൻ വണ്ടിയാണിത്. ഇനി ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാ ടെമ്പോ ട്രാവലറിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് കുറച്ച് വീതി കൂടുതലാണ്. ചെറിയ വണ്ടി അപേക്ഷിച്ച് വീതി കൂടുതലാണ്. അതോടൊപ്പം തന്നെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു നീളമുണ്ട്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വിൻഷീൽഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വണ്ടിയുടെ ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ്. ഇവിടെ സെൻട്രലായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ബമ്പറും കാണാം. അത്യാവശ്യം നല്ല വീതിയും ഹൈറ്റുമുള്ള ഒരു വാഹനമാണ്. ഇനി വണ്ടിയുടെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ നീളമാണ്. ഇനി ഈ വണ്ടിയുടെ ടയറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 215/75 R15 ആണ്. 15 ഇഞ്ചാണ് ഈ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ലൈറ്റിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നു. ഒപ്പം ഈ ഒരു സൈഡ് വ്യൂ മിറർ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സൈഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് എവിടെയെങ്കിലും തട്ടുമോ എന്നുള്ള ഒരു പേടി നമുക്ക് ഒരു കാരണവശാലും വേണ്ട. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഭാഗത്ത് ഒരു വലിയ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നല്ല രീതിയിലുള്ള ഹൈറ്റുള്ളൊരു വണ്ടിയാണ്, വീതിയുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട്, യാത്രാ സുഖം നമുക്ക് തീർച്ചയായിട്ടും സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് ഈ ഒരു ഗിയർ ലിവർ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകും. കാരണം ചെറിയൊരു ഗിയർ ലിവറാണ്. സാധാരണ ചെറിയ വണ്ടികളിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഈ ഒരു ഗിയർ ലിവറിൽ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വണ്ടിയുടെ ഗിയറിന് ചില പ്രത്യേകതകളുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഈ ഒരു വണ്ടിയുടെ ഗിയർ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഈ വണ്ടിക്ക് 5 ഗിയർ മുന്നോട്ട് പോകാനും റിവേഴ്സ് ഇടാനായിട്ട് ഒരു ഗിയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ന്യൂട്രൽ പോയിന്റിലേക്കാക്കുന്നു. റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊരു കോളറുണ്ട്. ഈ കോളർ ജസ്റ്റ് നമ്മൾ മേളിലേക്ക് പൊക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് താഴോട്ടിട്ടാലേ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ വീഴത്തുള്ളൂ. അപ്പോൾ റിവേഴ്സ് ഗിയർ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് താഴെയാണുള്ളത്. അപ്പോൾ ഈ കോളർ കൂട്ടി നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി നമ്മൾ ഗിയർ അഴിക്കുന്ന സമയത്തും ജസ്റ്റ് കോളറെ പിടിച്ചിട്ട് ആ ഗിയർ അഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റും സെക്കൻഡും വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നോർമലായിട്ട് സാധാരണ ഇടുന്ന പോലെ തന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ വരുന്നു. സെക്കൻഡ് വരുന്നത് അതോടൊപ്പം തന്നെ നേരെ ചേർത്ത് തൊട്ട് സെക്കൻഡ് വരുന്നത് തൊട്ട് താഴെയായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ വരുന്നു. ഇനി തൊട്ട് മുകളിലായിട്ട് സാധാരണ വണ്ടികൾ വരുന്ന പോലെ തന്നെ ഗിയർ ലിവർ സെൻറ്റർ ആക്കിയിട്ട് മുകളിലേക്കിട്ട് നമുക്ക് തേർഡ് ഗിയർ വീഴും. ഇനി തൊട്ട് താഴെ ന്യൂട്രൽ വരുന്നു. അതിനുശേഷം തൊട്ട് താഴോട്ട് ഇട്ടാൽ നമുക്ക് ഫോർത്ത് ഗിയർ വീഴുന്നു. ഇനി ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെറിയ വണ്ടികൾ ഇടുന്ന പോലെ തന്നെ ന്യൂട്രൽ വരിക, റൈറ്റ് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് ഗിയർ വീഴുന്നു. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾ ഈ കോളർ പിടിച്ച് ഗിയർ ഇടുക എന്നുള്ളത് മാത്രം നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ച് നോക്കാം. ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ വണ്ടിയുടെ ഇഗ്നീഷൻ ഭാഗത്ത് സ്വിച്ച് ഇടുന്നു. അതിനുശേഷം വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. അതിനുശേഷം ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു 1500 RPM അല്ലെങ്കിൽ ഒരു 2000 RPMൽ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ RPM മീറ്ററിൽ ഒരു ഗ്രീൻ അടയാളം കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഒരു RPMലെ നമ്മുടെ ഈ ഒരു വണ്ടി ചെറിയൊരു നിരപ്പ് റോഡിലാണെങ്കിലും എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്ത് ഏകദേശം ഒരു 1500 RPMൽ, ഒത്തിരി കാല് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു 1500 RPMൽ ജസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ വണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇപ്പോൾ വണ്ടി മെല്ലെ എടുക്കുകയാണ്. മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്, മെല്ലെ എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി മൂവായി. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ വണ്ടിയിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ച് മൂവ്മെൻറ്റിൽ ഓരോ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഇട്ടു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ഇത് ഞാൻ മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അങ്ങനെ പരമാവധി നിങ്ങൾ മൂവ്മെൻറ്റിൽ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഒരുപാട് വലിമുട്ടി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തരുത്. കാരണം വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും പ്രധാനമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ നോക്കിക്കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള വീതി കുറഞ്ഞ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും ബാക്ക് സൈഡ് ക്ലിയർ വ്യൂ ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മിറർ നോക്കുക, റൈറ്റ് നോക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഓരോ വളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് വളവെടുക്കുന്നത്. കുറച്ച് നമ്മളിത് ഈ വലത്തെ സൈഡിലേക്ക് ചേർന്നിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ബസ് എടുക്കുന്ന പോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം നിങ്ങൾ ചേർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വണ്ടിയുടെ നീളം മനസ്സിലാക്കി വളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങളെ വീണ്ടും ഞാൻ അതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഞാൻ ജസ്റ്റ് തേർഡിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗത്തായിട്ടൊരു വളവുണ്ട്. നമ്മൾ ഈ വളവെടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഗിയർ ഒന്ന് അഡ്വാൻസ് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. അതിനുശേഷം മാക്സിമം നമ്മളിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വളവെടുക്കുക. ആ സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുന്നത് നല്ലതാണ്. അതായത് റോഡിൻ്റെ വെളിയിലേക്ക് പോകാതിരിക്കാൻ. ഇനി ഒപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിങ്ങളുടെ വണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, വലിയ വണ്ടിയുടെ നിങ്ങൾ നോക്കുക, ജസ്റ്റ് നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു ഭാഗത്തെ ഈ ഒരു അടയാളവും റോഡിൻ്റെ എൻഡ് നോക്കുക. ഇപ്പോൾ വണ്ടി ക്ലിയർ ആയിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മനസ്സിലാവും. അതായത് ഈ എൻഡും റോഡിൻ്റെ ആ ഒരു എൻഡും കൂടെ നോക്കുക. നിങ്ങൾ എൻ്റെ ഈ കൈ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കി വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള ഈ ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടി നമുക്കൊരു ചെറിയ കാറ് നമ്മൾ
ഓടിക്കുന്നു. അതുപോലെ തന്നെ ഒരു വലിയ കാർ ഓടിക്കുന്നു എന്നുള്ള ഒരു ഫീല് മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. കാരണം വളരെ സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോളാണ്, സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വണ്ടിയുടെ നീളവും വീതിയും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തും ഇപ്പോൾ B2Bയിലെ ചേട്ടനൊക്കെ അത്യാവശ്യം ഈ ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് ഈ കസ്റ്റമേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പം ഏറ്റവും യാത്രാ സുഖമുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത്. ഏകദേശം ഒരു 26-27 പേർക്ക് ഡ്രൈവർ ഉൾപ്പെടെ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടിയിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യങ്ങളിൽ പരമാവധി നമ്മൾ അതനുസരിച്ചുള്ള ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, അതിനുശേഷം വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി. ഇനി ജസ്റ്റ് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമുക്ക് 4th 5th കൂടി ഇടാം. നിങ്ങൾ നോക്കുക, ജസ്റ്റ് വണ്ടിക്ക് ഒന്ന് മൂവ് ആക്കുന്നു, 4th ഷിഫ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ഞാൻ 5th കൂടെ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, 5th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിൽ മാത്രം ഇത്തരത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മുന്നിലായിട്ടൊരു വളവ് വരികയാണ്. ഞാൻ വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് മെല്ലെ 2nd ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ ഈ ഒരു വളവിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്താൽ മതി. ഏതൊരാൾക്കും തീർച്ചയായിട്ടും വളരെ സുഖകരമായിട്ട് തന്നെ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. സാധാരണ നമ്മൾ ചെറിയ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീഡിയോയുടെ അവസാനം ഇപ്പം വീഡിയോ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിലവിൽ B2B ഇവൻറ്റ്സിലാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ ബോബിൻ ചേട്ടൻ്റെ അടുത്ത് ചെല്ലാം. ബോബിൻ ചേട്ടൻ നമുക്ക് വണ്ടി തന്നാണ്. അപ്പോൾ പ്രത്യേകം ഒരു നന്ദി ബോബിൻ ചേട്ടന് പറയണം. അതുകൊണ്ട് നമുക്ക് ബോബിൻ ചേട്ടൻ എടുത്തു തരാം. ഹായ് ബോബിൻ ചേട്ടാ. ഇതാണ് ബോബിൻ ചേട്ടൻ. അപ്പോൾ ഇദ്ദേഹം നമുക്ക് വണ്ടി തന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. കാരണം ട്രാവലർ ഓടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബോബിൻ ചേട്ടാ താങ്ക്സ്. ബോബിൻ ചേട്ടാ, നമ്മൾ എന്താ നിലവിൽ ഇവിടെ ഇവൻ സെക്ഷനായിട്ട്? നമ്മുടെ 2 സെക്ഷനായിട്ടാണ് ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഒന്ന് വെഡിങ് ഇവന്റ്സും ഒന്ന് കൾച്ചർ സെക്ഷനായിട്ട്. കൾച്ചർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളീയരുടെ റോഡ് ഷോ, സ്റ്റേജ് ഷോ പരിപാടികൾ. വെഡിങ് സെക്ഷനിലാണെങ്കിൽ നമ്മുടെ വെഡിങ്ങിന്റെ ഇൻവിറ്റേഷൻ കാർഡ് തൊട്ട് ഹണിമൂൺ ട്രിപ്പ് വരെയുള്ള പാക്കേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഇത് ഓൺലൈൻ ആയിട്ടുള്ള ബുക്കിംഗ് സംവിധാനം ഉണ്ടോ? ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്കിംഗ് സൈറ്റ് ഉണ്ട്. നമ്മുടെ സൈറ്റ് അഡ്രസ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെയിലിൽ അല്ലാതെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വെഡിങ് പരമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യത്തിനും തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓൺലൈനായിട്ടുള്ള ബുക്കിംഗ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്ന കാര്യങ്ങൾ അവർ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ബൈ ബോബിൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, ബൈ.